കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യം പ്രത്യേക സാമ്പത്തിക പാക്കേജാണ്. 24,000 കോടി രൂപയുടെ പാക്കേജ്. പലതരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ്: മനുഷ്യവിഭവ വികസനം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സ്റ്റാർട്ടപ്പ്, നൂതനത്വം ഇവ നിലനിർത്തുകയാണ് പ്രധാന ലക്ഷ്യം. ഈ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായ നിലവിലുള്ള നേട്ടങ്ങൾ കേരളത്തിനുണ്ട്. അവ കൂടുതൽ മുന്നേറുന്നതിന് സഹായകമായ നിലയിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമാണ്. കേരളം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഉതകുന്ന നിലയിൽ 2 വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് വേണ്ടത്. അതിനാണ് 24,000 കോടി. ഇതിനു പുറമെ ഒരു വിസിൽ പാക്കേജ് കൂടി ആവശ്യപ്പെടുകയാണെന്നും ബാലഗോപാൽ നിർമ്മലാ സീതാരാമനെ ബോധിപ്പിച്ചു. മൂലധന നിക്ഷേപ മേഖലയിൽ കേരള ഗണ്യമായ മുന്നേറ്റമാണ് നടത്തുന്നത്. രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ ഉതകുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെയും തുറമുഖ മേഖലയുടെയും വികസനത്തിന് സംസ്ഥാനത്തിന്റെ ഭാഗമായി വലിയ തുക മുടക്കേണ്ടതുണ്ട്. അതിനാൽ കേന്ദ്ര ബജറ്റിൽ 5,000 കോടി രൂപയുടെ വിസൽ പാക്കേജ് പ്രഖ്യാപിക്കണം. കോഴിക്കോട് വയനാട് തുരങ്കപാതയാണ് മറ്റൊരു ആവശ്യം. കോഴിക്കോടിനെ വയനാടിനെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായും അടിയന്തരമായി 5,000 കോടി രൂപ വേണം. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച മൂലധന നിക്ഷേപ വായ്പാ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നതും പരിഗണിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളം കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്ന എയിംസ്, കണ്ണൂർ ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കണം. റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണം. തലശ്ശേരി, മൈസൂരു, നിലമ്പൂർ, നഞ്ചൻകോട് റെയിൽവേ പാതയുടെ സർവേയും വിശദ പദ്ധതി തയ്യാറാക്കലും ആരംഭിക്കണമെന്നും പ്രീ ബജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിൽവർ ലൈനും എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനും വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് എല്ലാ അനുമതികളും ലഭ്യമാക്കണം. വർദ്ധിച്ചു വരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ നിലയിൽ നിറവേറ്റാൻ നിലവിലെ റെയിൽ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് അർദ്ധ അതിവേഗ പാതയുടെ നിർമ്മാണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുന്നുവെന്നതും പരിഗണിക്കണം. നിലവിലുള്ള റെയിൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും വേണം. കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണമെന്നുമാണ് ബാലഗോപാൽ പ്രീ ബജറ്റ് ചർച്ചയിൽ പറഞ്ഞത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്ര വിഹിതം നിലവിലെ 60% നിന്ന് 75% ഉയർത്തണം. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിലും മാനദണ്ഡ രൂപീകരണത്തിലും സംസ്ഥാനങ്ങൾക്ക് അധികാരം ഉറപ്പാക്കണം. ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് കീഴിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനാന്തര ചരക്കുകൂലിയും കൈകാര്യ ചെലവും റേഷൻ വ്യാപാരികളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കണം. ആശ, അംഗൻവാടി ഉൾപ്പെടെ വിവിധ സ്കീം തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ഓണറേറിയം ഉയർത്തണം. NSAPയിലെ ക്ഷേമ പെൻഷൻ തുകകൾ, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക ചെലവ്, ഭവന നിർമ്മാണ പദ്ധതിയിലെ കേന്ദ്ര സർക്കാർ വിഹിതം തുടങ്ങിയവയും ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സ്ക്രാപ്പ് പോളിസിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഫയർ സർവീസിലെ 220 വാഹനങ്ങൾ, ആരോഗ്യവകുപ്പിലെ ആംബുലൻസുകൾ അടക്കം 800 വാഹനങ്ങൾ, പോലീസ് സേനയുടെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ഇവയ്ക്ക് പകരം വാഹനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സഹായം വേണം. കേന്ദ്ര ബജറ്റിൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, സാമ്പത്തിക രംഗത്ത് മൊത്തത്തിലുള്ള മരവിപ്പ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങിയവ നേരിടാനുള്ള ഊന്നലുകൾ ബജറ്റിലുണ്ടാകണമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു.